ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു അടപ്രഥമൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിന്ന് വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അടയ്ക്ക് കണക്കായിട്ടുള്ള വെള്ളം ഞാനൊരു 3 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അടയിട്ട് കൊടുക്കാം. നല്ല ചൂടുകട്ടിയുള്ള പാത്രമാണെങ്കിൽ നല്ലതാട്ടോ. ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയോ ഓട്ടുരുളിയോ എന്തായാലും കുഴപ്പമില്ല. അടയിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അട വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. 2.5 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം, അധികം വെള്ളമായി പോവരുത്. അപ്പോഴേക്കും നമ്മുടെ അടയൊക്കെ വെന്തിതാ പകുതി വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നു. അടിയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, കട്ടിയുള്ള പാത്രം ഉണ്ട്, അത് പേടിക്കണ്ട. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇളക്കി അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. അട ഒരു 1/4 ഭാഗം വേവായി കഴിയുമ്പോൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 5 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2ാം പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ പാല് കടന്ന് അട നന്നായിട്ട് വേകണം, വെന്ത് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അട വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കുക. അടിയൊന്നും പിടിക്കാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ശർക്കര ക്വാളിറ്റിയുള്ള ശർക്കര അല്ലെങ്കിൽ എല്ലാവരും അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, കല്ലുമണ്ണൊക്കെ ഉണ്ടാവും. അട വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ അട പിന്നെ വേവത്തില്ല കേട്ടോ. ശർക്കരപ്പാനി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പായസം കുറച്ചും കൂടെ ലൂസാകും. അത് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അന്നേരത്തേക്ക് ഞാൻ കുക്കറിൽ കുറച്ച് ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചവ്വരി ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ പായസം കാണാനും നല്ല സ്റ്റൈലാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചവ്വരിയും കൂടെ വേവിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പായസം ഏകദേശം റെഡിയായി എന്ന് പറയാം. ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ചവ്വരിയും എല്ലാം കൂടെ നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി വാങ്ങി വെച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടി. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ തേങ്ങാപ്പാലിൽ കുറച്ച് ഏലക്കയും ചുക്കുപൊടിയും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള ഏലക്കയും ചുക്കുപൊടിയും ഞാൻ തേങ്ങാപ്പാലിൽ മിക്സ് ആക്കിയാണ് ഒഴിച്ചത്. ചൂട് പായസത്തിലേക്ക് പൊടി ഇടുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കും. ഇങ്ങനെ തേങ്ങാപ്പാലിൽ മിക്സ് ആക്കി ഇടുമ്പോൾ ഈസി ആയിട്ട് എല്ലാ സ്ഥലത്തും എത്തും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചത് കേട്ടോ. ഇനി പായസത്തിന് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനൊരു 100 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അത് നന്നായി മൂത്ത് കഴിയുമ്പോൾ ആ നെയ്യോട് കൂടി തന്നെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കിലോ അടയുടെ പാക്കറ്റായിരുന്നു ഞാൻ എടുത്തത്. ഏകദേശം ഒരു 10-30 ഗ്ലാസ് പായസം ഉണ്ടായിരുന്നു കേട്ടോ ഇത്. നല്ല അടിപൊളി പായസമായിരുന്നു. തേങ്ങാപ്പാലിൻ്റെയും നെയ്യുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഓക്കെ, ബൈ.